വരവിലധികമുള്ള ചെലവ്. ഇതാണ് പ്രവാസിയെ കുഴക്കുന്നത്. അത് എവിടെ സംഭവിക്കുന്നു നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് നമുക്കുള്ളൊരു രീതി, പ്രത്യേകിച്ച് കേരളക്കാർക്കുള്ള രീതി, നാട്ടിലേക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോൾ നമ്മളെ നാട്ടിലുള്ള ആളുകൾക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് ഇവിടുന്ന് വേണ്ട, ഇതുവരെ 2 വർഷം ഇവിടെ ജോലി ചെയ്ത ആള് 1/2 കിലോ പിസ്ത വാങ്ങി തിന്നിട്ടുണ്ടാവില്ല. 1/2 കിലോ പിസ്ത അയാൾക്ക് എന്നുള്ള അർത്ഥത്തിൽ അയാൾ കഴിച്ചിട്ടുണ്ടാവില്ല. അയാൾ ആരോഗ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് ആപ്പിള് അല്ലെങ്കിൽ കുറച്ച് മുന്തിരി വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടാവില്ല. ആ 10 റിയാൽ കീസയിലിട്ട് നാട്ടിലേക്ക് അയക്കാരോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഇയാൾ നാട്ടിൽ പോകുമ്പോൾ പെട്ടി കെട്ടുമ്പോൾ ഇയാൾ പോയിട്ട് കാഷ്യൂനട്ട് വാങ്ങുന്നു, പിസ്ത വാങ്ങുന്നു, പിന്നെ നല്ല നല്ല ചോക്ലേറ്റ്, കിൻഡറിൻ്റെയും ഗാലക്സിയുടെ ഒക്കെ ചോക്ലേറ്റ് വാങ്ങിയിട്ട് നാട്ടിൽ കൊണ്ടുപോവാണ്. നാട്ടിലുള്ളവർ ധരിക്കുന്നത് ഇതൊക്കെ സ്ഥിരം ഇയാൾ ഇവിടെ തിന്നുന്നതാണ്. ഈ സാധു ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഇതൊന്നും മനസ്സറിഞ്ഞ് കഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പോയി വരവും കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞു, 25 വർഷം കഴിഞ്ഞു. നാട്ടിൽ കഞ്ഞിയുള്ളത് ചോറായി, ചോറുള്ളത് നെയ്ച്ചോറായി, നെയ്ച്ചോറുള്ളത് ബിരിയാണിയായി, ബിരിയാണി ഉള്ളത് ഇപ്പം മന്തിയായി, പല തരത്തിലുള്ള ഭക്ഷണങ്ങളായി. നമ്മളുടെ നാട്ടിലെ തീന്മേശ എന്ന് പറയുന്നത്, സൽക്കാരത്തിൻ്റെയും കല്യാണത്തിൻ്റെയും തീന്മേശകൾ എന്ന് പറയുന്നത് പ്രവാസിയുടെ പോക്കറ്റ് കാലിയാകുകയും അവിടെ ഉള്ളവർക്ക് ഒരു എൻജോയ്മെൻ്റായി മാറുകയും ചെയ്യുന്നു. പക്ഷേ ഇതിലൊക്കെ ഒരു ലിമിറ്റ് വരുത്തി ഇദ്ദേഹത്തിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കേണ്ടത് ഇദ്ദേഹമാണ്, വേറെ ആരും തിരിച്ചു പിടിക്കൂല.